പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേദ നേരെ എസ് പിയെ കാണാനായിട്ട് പോകുന്നു. എന്നിട്ട് എസ് പിയോട് പറയുകയാണ്, എന്റെ ഭർത്താവിനെ കള്ളക്കേസിൽ കുടുക്കിയതിന് ഞാനൊരു പരാതി ബോധിപ്പിക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. വേദ വിക്രമിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അങ്ങ് പറയുന്നത് കേട്ടിട്ട് എസ് പി പറയുകയാണ്, അതിന് പ്രതിയെ ജാമ്യത്തിൽ അയച്ചല്ലോ. ഇത് കേട്ടിട്ട് വേദ പറയാ, ജാമ്യം കിട്ടി. എസ് പി പറയുകയാണ്, അല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും പരാതി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കോടതിയിൽ വാദിച്ചാൽ പോരെ, എന്തിനാ ഇവിടെ പരാതി കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ വേദ പറയുകയാണ്, കോടതിയിൽ വാദിക്കാം, അതൊക്കെ ശരിയാണ്, പക്ഷേ പ്രതി ഇപ്പോഴും പുറത്തു തന്നെയല്ലേ. വിക്രം കൊടുത്ത മൊഴിയല്ല പോലീസുകാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്, കള്ളമൊഴിയാണ്. വിക്രമിന് നേരെ പടക്കം എറിഞ്ഞപ്പോൾ വിക്രം വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബലൂണിൽ മദ്യം നിറച്ച് വിക്രമിന്റെ നേരെ എറിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിക്രം മദ്യപിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കാൻ ഒരിക്കലും പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. അത് തന്നെയല്ലേ വക്കീൽ വാദിച്ചത്, അതുകൊണ്ടാണ് ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ രമ്യ റീൽസ് എടുക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കറണ്ട് പോയെന്നും പറഞ്ഞു. ആ സമയത്ത് മറ്റുള്ള വീടുകളിലെല്ലാം കറണ്ട് ഉണ്ടായിരുന്നു. എന്താ രമ്യയുടെ വീട്ടിൽ മാത്രം കറണ്ട് പോയത്? രമ്യ കറണ്ട് ഓഫ് ചെയ്തതാണ്. അങ്ങനെ വിക്രം തെറ്റിദ്ധരിച്ചാണ് രമ്യയെ കയറി പിടിച്ചത്. അത് വീഡിയോ ഷൂട്ടിംഗ് ചെയ്തു. പിന്നെ രമ്യയ്ക്ക് ഇൻസ്റ്റഗ്രാമോ ഒരു അക്കൗണ്ടും ഇല്ലാത്ത സ്ഥിതിക്ക് റീൽസ് എടുത്തതാണെന്ന് പറയുന്നതിൽ തന്നെ എന്തോ കള്ളത്തരമില്ലേ? പോലീസ് ഇതൊന്നും നോട്ട് ചെയ്തിട്ടേ ഇല്ല. ഞാൻ രമ്യയെക്കുറിച്ച് കൂടുതലായിട്ട് അന്വേഷിച്ചു. രമ്യയുടെ അക്കൗണ്ടിൽ 2 ദിവസമായിട്ട് കുറേ പണം വന്നിട്ടുണ്ട്. അക്കൗണ്ട് നെയിം വിജയലക്ഷ്മി എന്നാണ്. പിന്നെ രമ്യ വർക്ക് ചെയ്തിട്ടുള്ള IT കമ്പനികളിലും പോയിട്ടുണ്ട്. അവിടെ സൗമ്യ, അങ്ങനെ വേറെ വേറെ പേരുകളിലാണ് അറിഞ്ഞുകൊണ്ടിരുന്നത്. ജോലി ചെയ്ത സ്ഥലത്തെല്ലാം പണം തട്ടിപ്പ് നടത്തിയിട്ട് മുങ്ങി കുറേ കേസിൽ ക്രിമിനലാണ് ഈ പറയുന്ന രമ്യ. അപ്പോൾ രമ്യ പറയുന്നത് ശരിയാണെന്ന് എങ്ങനെ പോലീസിന് തെളിയിക്കാനാവും? രമ്യ ഒരു ക്രിമിനൽ അല്ലേ? എല്ലാ കാര്യങ്ങളും ഈ ഫയലിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേദ ഒരു ഫയൽ SP കൊടുക്കുന്നു. SP അതൊക്കെ വായിച്ചു നോക്കുന്നതാണ്. ഇപ്പോൾ വേദ പറയാണ്, ഇതിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് വിക്രമിനെ കരുതിക്കൂട്ടി ഇത് ട്രാപ്പിലാക്കിയതാണെന്നാണ്. അതുകൊണ്ട് തന്നെ വിക്രമിനെ കുടുക്കി വരെ പുറത്തു കൊണ്ടുവരണം. ആ ക്രിമിനലിനെ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. അതിന് ആദ്യം ചെയ്യേണ്ടത് ആ രമ്യയെ അറസ്റ്റ് ചെയ്യുക. രമ്യ വഴിയെ ഇനി ക്രിമിനലിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ആരാ ഇത് ചെയ്യിച്ചെന്ന് തെളിയിച്ചേ പറ്റൂ. അപ്പോൾ SP പറയാണ്, എങ്കിൽ പിന്നെ ആദ്യം ആ രമ്യയെ തന്നെ അറസ്റ്റ് ചെയ്യാം. SP അപ്പോൾ തന്നെ ഫോൺ എടുത്തിട്ട് SIയോട് അവിടേക്ക് വരാൻ പറയുന്നു. എന്നിട്ട് രമ്യയുടെ ഡീറ്റെയിൽസ് പറയുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം ശ്രീകാര്യം ശ്രീനിവാസനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. ഇത് മുകളിൽ നിന്ന് സുധ കാണുന്നുണ്ട്. സുധ പെട്ടെന്ന് ശ്രീനിവാസന്റെ അടുത്തേക്ക് എന്നിട്ട് പറയാം, ദേ ആ വിക്രം വന്നിട്ടുണ്ട്. ശ്രീനിവാസൻ ഇത് കേട്ട് എഴുന്നേറ്റ് പോകുന്ന കാണുമ്പോൾ സുധ പറയാം, എങ്ങോട്ടാ? നിങ്ങൾ ഇവിടെ നിന്നാൽ മതി, അവനെ ഇപ്പോൾ അടുപ്പിക്കേ വേണ്ട. അപ്പോൾ ശ്രീനിവാസൻ പറയുകയാണ്, അത് പിന്നെ അവൻ ജാമ്യം കിട്ടിയല്ലോ. സുധ പറയുകയാണ്, ജാമ്യമല്ലേ കിട്ടിയോളൂ, ഇത് അവൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ശ്രീനിവാസൻ, അത് പിന്നെ നീ എന്തൊക്കെയാ പറയുന്നത്? അവൻ എന്നെ കാണാൻ വന്നിട്ട് എങ്ങനെ അവനോട് പുറത്തു പോകാൻ പറയുന്നത്? അപ്പോൾ സുധ പറയാം, ഇപ്പോൾ ഒരു സീറ്റ് കിട്ടിയതാ, നിങ്ങൾ വെറുതെ അത് കളഞ്ഞു കുളിക്കരുത്. ഒരു പീഡന കേസിലെ പ്രതിയെ നിങ്ങൾ ജാമ്യത്തിൽ ഇറക്കിയെന്നും കണ്ടെന്നും ഒക്കെ പറഞ്ഞ് നാട്ടുകാർ ഓരോന്ന് പറഞ്ഞു പരത്തും. ഞാൻ അവനെ പറഞ്ഞു വിട്ടോളാം, നിങ്ങൾ അങ്ങോട്ട് വരികയേ വേണ്ട. എന്നിട്ട് സുധ ചെന്ന് കഥ തുറന്നിട്ട്, വിക്രമോ? അപ്പോൾ പെട്ടെന്ന് വിക്രം ചോദിക്കുക, അല്ല ഈ കഥയൊക്കെ അടച്ചിട്ടിട്ട് ഇതുവരെ അങ്ങനത്തെ പതിവൊന്നും ഇല്ലല്ലോ. അപ്പോൾ സുധ പറയുകയാണ്, അത് പിന്നെ ഞാനില്ലായിരുന്നപ്പോൾ പാർട്ടി ഓഫീസ് ആക്കിയിരുന്നതല്ലേ. ഇപ്പം എല്ലാവരും പാർട്ടി ഓഫീസിൽ തന്നെ പോയാൽ മതി. ഇവിടെ ഞാനാ ഭരിക്കുന്നത്. പിന്നെ നിങ്ങളെപ്പോലെ അടുപ്പമുള്ളവർ മാത്രമല്ലേ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വിക്രം പറയാം, അതെന്തായാലും നന്നായി ചേച്ചി. അപ്പോൾ സുധ പറയാം, അതിവിടുത്തെ ശ്രീനേട്ടനോട് പറഞ്ഞാൽ അങ്ങനെ അനുസരിക്കാൻ പോകുന്നു. ഞാനേ ശ്രീനി സാറിനെ കാണാൻ വന്നതാണെന്ന് പറയുമ്പോൾ സുധ പറയുകയാണ്. അപ്പോൾ സുധ പറയാം, അത് തന്നെ ശ്രീയേട്ടൻ ഇവിടുന്ന് പോയല്ലോ, പുറത്തേക്ക് പോയേക്കുക. ആരെ കാണാനാ പോയേക്കുന്നത്? അപ്പോൾ വിക്രം പറയാം, പോയോ? പക്ഷേ വണ്ടി പുറത്ത് കിടപ്പുണ്ടല്ലോ. അപ്പോൾ സുധ പറയാം, അത് ആരോ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാ. അപ്പോൾ വിക്രം പറയാം, ആണോ? അപ്പോൾ സുധ ചോദിക്കാം, അല്ല നിന്റെ കേസിൻ്റെ കാര്യം എന്തായി? അപ്പോൾ വിക്രം പറയാം, എന്ത് പറയാനാ ചേച്ചി, അന്ന് എന്നെ ആ ജോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി അയാൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ സുധ പറയാം, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ അയാൾക്ക് എല്ലാം പ്രവചിക്കാനാവും. എൻ്റെ അടുത്ത് ആ സ്വാമി പറഞ്ഞിരിക്കുന്നതേ, നീ കുറച്ച് നാള് ശ്രീയേട്ടനെ കാണാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഈ കേസിലൊക്കെ ഓരോന്ന് ഉൾപ്പെട്ടാലുണ്ടല്ലോ, ഏതൊരു പാർട്ടിക്കാരിനെ അതും പിടിച്ച് കയറി ഈ സീറ്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ. നിന്നോട് ഇങ്ങോട്ട് വരണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളായിട്ട് എന്തിനാ ഈ സോഷ്യൽ മീഡിയയ്ക്ക് പറഞ്ഞു രസിക്കാൻ ഓരോന്ന് ഒപ്പിച്ചു കൊടുക്കുന്നത്? ശ്രീയേട്ടൻ എന്തായാലും പാർട്ടിയിൽ നിന്ന് ജയിക്കുന്നതല്ലേ നമുക്ക് കാണേണ്ടത്. അതല്ലേ നല്ലത്. വെറുതെ സോഷ്യൽ മീഡിയയിൽ ആളുകൾക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ, വരെയും പോവുകയൊക്കെ ചെയ്യാം. നിനക്ക് നല്ലതേ വരും. എപ്പോഴും എൻ്റെ അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ വിക്രം നന്ദിയൊക്കെ പറഞ്ഞിട്ട് ബൈക്ക് എടുക്കുമ്പോൾ പെട്ടെന്ന് ശ്രീനിസാറിൻ്റെ ചെരുപ്പ് അവിടെ കിടക്കുന്ന കാണുന്നു. അത് നോക്കുന്ന കാണുമ്പോൾ സുധ പറയാം, അത് പിന്നെ ശ്രീനിസാറെ വേറെ ചെരുപ്പിട്ടുകൊണ്ടാണ് പോയത്. അപ്പോൾ വിക്രം പറയാം, ഞാനതിനൊന്നും ചോദിച്ചില്ലല്ലോ ചേച്ചി. അപ്പോൾ സുധ ഒന്നും ഇടാതെ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ വിക്രം അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രീനിവാസൻ താഴേക്ക് ഇറങ്ങി വന്നിട്ട്, എന്നാലും ഇത് ഇച്ചിരി കൂടിപ്പോയി കേട്ടോ,
ഇതിലും ഭേദം നീ അവൻ ഇങ്ങോട്ട് വരണ്ടാന്ന് പറയുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് സുധ പറയുകയാണ്, അത് പിന്നെ ഞാൻ നിങ്ങളുടെ രാഷ്ട്രീയം കണ്ടല്ലേ വളർന്നത്, അതുകൊണ്ട് നിങ്ങളെ രാഷ്ട്രീയ പ്രവർത്തകരെ പോലെ തന്നെയാണ്. ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നതന്നെ സുഖം. എന്തായാലും പോയി കിട്ടിയില്ലേ, നിങ്ങളിനി അതാലോചിച്ച് സങ്കടപ്പെടണ്ട. വല്ല ജ്യൂസും എടുക്കട്ടെ, ഇപ്പം ചൂടായിട്ടിരിക്കല്ലേ, ഒന്ന് തണുപ്പിക്കാം. അത് എന്നിട്ട് സുധ അവിടെ നിന്ന് പോകുമ്പോൾ ശ്രീനിവാസൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് രമ്യ വണ്ടി എടുക്കുമ്പോൾ പെട്ടെന്ന് വേദ വന്നിട്ട് വണ്ടിയുടെ ചാവി എടുക്കുന്നു. അപ്പോൾ രമ്യ പറയാം, മര്യാദയ്ക്ക് വണ്ടിയുടെ ചാവി വന്നേ. അപ്പോൾ വേദ പറയാം, നീ അതൊക്കെ തരാം, നീ എൻ്റെ കൂടെ ഒരിടം വരെ വരണം. രമ്യ പറയാം, ഞാൻ നിൻ്റെ കൂടെ വരണമെന്നോ, അതൊന്നും നടക്കില്ല. അപ്പോൾ വേദ പറയാം, വേണ്ട, നിന്നെ കൊണ്ടുപോകാൻ ആളുമായിട്ട് തന്നെ വന്നിരിക്കുന്നത്. ദേ നോക്ക്, നിന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് വിക്രമിനെ അറസ്റ്റ് ചെയ്ത അതേ പോലീസുകാർ തന്നെ നിന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. പിന്നെ ഈ കടയുടെയൊക്കെ മുന്നിൽ വെച്ച് എല്ലാവരും നോക്കി നിൽക്കുന്ന നിന്നെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച ഞാൻ മര്യാദയ്ക്ക് ആ വണ്ടിയിൽ ചെന്ന് കയറാൻ പറഞ്ഞത്. അത് വേണ്ടെങ്കിൽ അവരെ ഇങ്ങോട്ട് വിളിക്കാം, നിന്നെ അറസ്റ്റ് ചെയ്ത് തന്നെ എല്ലാവരുടെ മുന്നിൽ നിന്നും കൊണ്ടുപോകാം. അപ്പോൾ രമ്യ പറയാം, അതൊന്നും വേണ്ട, ഞാൻ വന്ന് വണ്ടിയിൽ കയറിക്കോളാം. അങ്ങനെ രമ്യ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് എസ് ഐയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വേദ പറയാം, ദേ ഇവളെ കൊണ്ടുവെക്കൂ, ഞാൻ പുറകെ തന്നെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ പോലീസുകാരുടെ സ്ഥിരം അടവൊന്നും ഇറക്കണ്ട, പ്രതി ചാടിപ്പോയി ഓടിപ്പോയി രണ്ടുപേരും ചേർന്ന് അങ്ങനൊന്നും പ്ലാൻ ചെയ്യാൻ നിൽക്കണ്ട. ഇത് SP ഇടപെട്ട കേസാണെന്ന് ഓർമ്മയുണ്ടാവണം, ഞാൻ പുറകെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വേദ രമ്യയുടെ കയ്യിൽ താക്കോല് കൊടുക്കുന്നു. രമ്യ പോലീസ് ജീപ്പിൽ കയറുന്നതിന് മുൻപ് വേദയെ ഒന്ന് തുറിച്ചു നോക്കുന്നുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് അങ്ങനെ രമ്യ SP അടുത്തേക്ക് ചെല്ലുമ്പോൾ SP കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ രമ്യ മിണ്ടാതിരിക്കുന്ന കാണുമ്പോൾ SP പറയുകയാണ്, എങ്കിൽ വിശദമായിട്ട് തന്നെ ചോദ്യം ചെയ്യാം. ലേഡി കോൺസ്റ്റബിൾ വന്നിട്ട് രമ്യ അടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ രമ്യ പെട്ടെന്ന് നടന്ന സത്യങ്ങളെല്ലാം ഞാൻ തുറന്നു പറയാമെന്ന് പറയുന്നു. എന്നിട്ട് SP മുന്നിൽ വെച്ച് എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയാണ്. അഭിലാഷാണ് എന്നെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചതെന്നും പറയുന്നതൊക്കെ കേട്ടിട്ട് വേദയ്ക്ക് സങ്കടമാവുന്നു. വേദ അങ്ങനെ എല്ലാം കേട്ടുകൊണ്ട് പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രം തിരികെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വിക്രമിന് നേരെ ബലൂൺ എറിഞ്ഞ ഗുണ്ടകളെയൊക്കെ കാണുന്നു. വിക്രം പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് അവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അവർ വിക്രമിനെ കണ്ട് ഓടാനായിട്ട് ശ്രമിക്കുന്നു. വിക്രം പുറകെ തന്നെ പോകുന്നുണ്ട്. അതിൽ ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് വിക്രം മര്യാദയ്ക്ക് നിന്നെ കൊണ്ട് ഇതൊക്കെ ആരാ ചെയ്യിച്ചെന്ന് പറയാനായിട്ട് പറയുന്നു. അവൻ മിണ്ടാ നിൽക്കുമ്പോൾ വിക്രം ഒരു കത്തി എടുത്ത് പള്ളക്ക് വെച്ചിട്ട് മര്യാദയ്ക്ക് പറയുന്നുണ്ടോ അതോ പൊള്ളക്ക് കുത്തി കയറ്റണോ? അങ്ങനെ അയാൾ പറയുകയാണ്, അത് പിന്നെ ഞാൻ അഭിലാഷ് പറഞ്ഞിട്ടാ ഇതെല്ലാം ചെയ്തത്. ഇതേ സമയം അഭിലാഷാണെങ്കിൽ ഗോഡൗണിലിരുന്ന് മദ്യപിച്ചുകൊണ്ട് എല്ലായിടത്തും പറയുകയാണ്, എന്തായാലും അവൻ്റെ കാര്യത്തിലൊരു തീരുമാനമായില്ലേ, ഇങ്ങനെ അവനെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണമെന്നൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു പേരുദോഷം ഉണ്ടാക്കി കൊടുത്താലേ ഈ പെണ്ണ് കേസിലൊക്കെ പിടിച്ചാൽ പിന്നെ ഈ ശ്രീനിവാസൻ ഉൾപ്പെടെ ആരും തിരിഞ്ഞു നോക്കില്ല. പിന്നെ അവന് ഒരു വിലയുണ്ടാവില്ല. അപ്പോൾ പിന്നെ അവൻ്റെ കൈയും കാലും തല്ലി ഓടിച്ചാലേ ആരും ചോദിക്കാൻ വരില്ല. അല്ലേ തന്നെ എന്നോട് ഇവിടെ വരല്ലോ എന്ന് പറയാൻ ശ്രീനിവാസൻ ആരാ, രാജാവോ? അയാളെന്താ ഇവിടെ നാട് ഭരിക്കുന്ന ആളോ? പിന്നെ എന്നെ അതിനൊന്നും കിട്ടില്ല. ഇത്രയൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ വിക്രം അവിടേക്ക് ബൈക്കിൽ വരുന്നു. അഭിലാഷ് വിക്രമിനെ കണ്ടിങ്ങനെ നോക്കി നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. അടുത്ത അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് കാണുന്നവരെ താങ്ക്